ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബെയർ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സ്വാസികയുടെ ഭർത്താവിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരു കാലത്ത് വിവാദമായൊരു വിഷയമാണ്. 2-2.5 വർഷം മുമ്പാണ് ഈ സംഭവം സ്വാസിക ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതും അത് വിവാദമായി തീർന്നതും. പിന്നീട് ഇപ്പോൾ ലബ്ബർ പന്ത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷം സ്വാസിക മറ്റൊരു ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായി, ഈ ഒരു പ്രസ്താവനയെക്കുറിച്ച്. ആ ഇന്റർവ്യൂവിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്വാസിക നൽകിയ മറുപടിയാണ് നമ്മൾ റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇന്റർവ്യൂവിൽ സ്വാസിക പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല, ഞാൻ വളരെ ചെറിയ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടീനേജ് പ്രായമുണ്ടല്ലോ, അപ്പോഴേ ഞാൻ തീരുമാനിച്ച. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, എൻ്റെ അമ്മൂമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, ഇവരാരും അങ്ങനെയല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടും അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കും അതിന്റെ റീസൺ അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. ഈ കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതുമായിട്ടുള്ള സംഭവം പുള്ളിക്കാരി പറഞ്ഞത് ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൽകിയ ഇന്റർവ്യൂവിലാണ്. ആ ഇന്റർവ്യൂവിൽ കുറച്ചൊരു വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആ ഇന്റർവ്യൂ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നില്ല, അത് അവൈലബിൾ അല്ല. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതേ ചോദ്യം തന്നെ ഒരിക്കൽ 24 ന്യൂസിന്റെ ഒരു പ്രോഗ്രാമിൽ വെച്ച് സ്വാസികയോട് ചോദിച്ചിരുന്നു. ആ സമയത്ത് സ്വാസിക നൽകിയ മറുപടി ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ ഈ സംഭവം കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്ലേ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഒരു ഭർത്താവിനെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുള്ള സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡോമിനന്റായ ഭർത്താവിന്റെ കീഴിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ഭാര്യയുടെ ആഗ്രഹം എന്ന രീതിയിൽ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് ശരിക്കും ആക്ച്വൽ ഇന്റർവ്യൂ അല്ല കേട്ടോ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ആക്ച്വൽ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് 24 ന്യൂസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണിത്. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഡോമിനേറ്റിംഗ് പവർ ഉള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല. അതായത് കുറച്ച് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്ന ആളായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ്. അത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെന്താ, രാവിലെ എണീറ്റ്, അത് എനിക്കറിയില്ല പ്രാക്ടിക്കലാവുന്നത്, പക്ഷെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, രാവിലെ എണീറ്റ് അദ്ദേഹത്തിന്റെ കാലൊക്കെ തൊട്ട് തൊഴുവണം എന്നുള്ളത്, അതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഇത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് പിന്തുടരണമെന്ന് നിർബന്ധമില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഒരുപക്ഷെ സ്വാസിക ഈ വിഷയത്തിൽ അനുകൂലിക്കുന്നവരും പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും, അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ, എന്തിനാ നമ്മളതിനെ ചോദ്യം ചെയ്യുന്നു? ചോദ്യം ചെയ്യാനുള്ള കാരണം ഇതാണ്. സ്വാസികയോ അല്ലെങ്കിൽ സ്വാസികയെ അനുകൂലിക്കുന്നവരോ ഒരുപക്ഷെ ചിന്തിക്കാനിടയില്ലാത്ത ഒരു കാര്യം, സ്വാസികയെ പോലെ ഒരാൾ കലാകാരി എന്ന നിലയിൽ ആക്സെപ്റ്റൻസ് ഉള്ളയാൾ, സിനിമാ നടി എന്ന നിലയിൽ ആക്സെപ്റ്റൻസ് ഉള്ളയാൾ ഇങ്ങനെ പറയുമ്പോൾ നാളെ ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് തന്നെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടികളുണ്ട്. അവര് പഠിക്കുന്ന കാലത്ത് നല്ല രീതിയിൽ പാടുന്നവരായിരിക്കാം, ഡാൻസ് ചെയ്യുന്നവരായിരിക്കാം, അഭിനയിക്കുന്നവരായിരിക്കാം, സാങ്കേതിക മേഖലയിലേക്ക് എത്തിപ്പെടേണ്ടവരായിരിക്കാം, കായിക രംഗത്ത് പ്രതിഭകളായി തീരേണ്ടവരായിരിക്കാം, പൊതുരംഗത്തേക്ക് വരേണ്ടവരായിരിക്കാം. പക്ഷേ അവരൊക്കെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു ഡോമിനൻ്റായ ഭർത്താവാണ് അവർക്ക് ലഭിക്കുന്നതെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ അവിടെ വെച്ച് കരിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭർത്താവിനോടും അച്ഛനോടൊക്കെ ചോദിച്ച് അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട എന്ന് നിങ്ങൾ വെക്കും. അത് ഈ ഇന്റർവ്യൂവിൽ തന്നെ ആവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യം കേട്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ ഭർത്താവ് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് ഈ ഭാര്യ ഒന്നുകൂടെ ചോദ്യം ചെയ്യണമെന്ന് വിചാരിക്കും, ഇതെൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഞാനത് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ കോട്ട് ചെയ്യുന്നത് സ്വാസികയെ പോലെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതാണ് ഇതിനകത്തുള്ള ഡേഞ്ചർ. ആ ഭാര്യയുടെ ഈ ഭർത്താവ് പറയാൻ പോകുന്ന കാര്യം നോക്കൂ, സ്വാസികയെ പോലെ ഒരു നടി, അവർ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇത്ര പ്രശസ്തിയായ പെൺകുട്ടിയാണ്, അവർ തന്നെ പറയുന്നത് കേൾക്കൂ, ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കണം, ഭർത്താവ് പറയുന്നതനുസരിച്ച് ജീവിക്കണം, ഭർത്താവിന് വേണ്ടി കാത്തിരിക്കണം, കാല് തൊട്ട് വന്നിക്കണം, കാലിൻ്റെ അടിയിൽ കിടക്കണം എന്നൊക്കെ പറയുന്നത് ഇന്ന് കേൾക്കുന്നില്ലേ? ഈ രീതിയിൽ ഭർത്താവ് പറയുമ്പോൾ ഇതിനെ പിന്തുണക്കുന്നതിന് വേണ്ടി ഉപഗ്രഹങ്ങളെപ്പോലെ ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഈ ഭർത്താവിൻ്റെ ഒപ്പം ചേരും. അവിടെ ഈ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളൊക്കെ ചവിട്ടി മെതിക്കപ്പെടുകയാണ്. ഇത് സ്വാസിക മനസ്സിലാക്കുന്നില്ല. സ്വാസിക അതുകൊണ്ടാണ് വീണ്ടും ഈ കാര്യം ആവർത്തിക്കുകയും, നിങ്ങളെ സ്വയം ന്യായീകരിക്കും, നിങ്ങളെ ന്യായീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ ഏത് രീതിയിലും വേണമെങ്കിലും ജീവിച്ചോളൂ. പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ്. ഒരു വശത്ത് വിമർശിക്കപ്പെടുമ്പോൾ മറ്റൊരു സൈഡിൽ അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയും അത് പിന്നീട് കോട്ട് ചെയ്യപ്പെടുകയും ഇതുപോലെയുള്ള പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഡോമിനൻ്റ് ആയിട്ടുള്ള ചില ഭർത്താക്കന്മാർ അത് ഉപയോഗിക്കുകയും ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഭാര്യയെ ഒന്ന് തിരിച്ചു ചോദിക്കുകയാണെന്ന് വിചാരിക്കുക,
പക്ഷേ സ്വാസികയെ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ വിടുന്നുണ്ടല്ലോ, ഇതല്ല അപ്രബന്ധം എന്ന സിനിമയിൽ അവർ അഭിനയിച്ചല്ലോ, അതിലൊന്നും വലിയ പ്രശ്നമില്ലല്ലോ എന്ന് ഈ ഭാര്യ ഒന്ന് തിരിച്ചു ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ വരുന്ന മറുപടി, എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ പ്രേമിനെ ഒരു രീതിയിലും ഡിഫൈൻ ചെയ്യാൻ താല്പര്യമില്ല. ആ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞിട്ട് തന്നെ ഞാൻ പറയുകയാണ്, സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നൊരു മറുപടിയെക്കുറിച്ചാണ്. ഇങ്ങനെ ഒരു ഡിസ്കഷൻ എന്നല്ല പറയേണ്ടത്, ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഒരുപക്ഷെ സ്വാസികയുടെ കാര്യത്തിൽ ഇതൊരു ഡിസ്കഷൻ ആയിരിക്കും സംഭവിക്കുന്നത് ഭർത്താവിനിടയിൽ. പക്ഷേ ഈ ഡോമിനൻ്റായ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ ആഗ്രഹങ്ങൾക്കെതിരെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണുള്ളത്. ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ആർഗ്യുമെന്റിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, സ്വാസികയ്ക്ക് അവസരം കൊടുക്കുന്നുണ്ടല്ലോ ഭർത്താവ്, സ്വാസികയുടെ ഭർത്താവിന് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉടനെ ഈ ഭർത്താവ് പറയാൻ പോകുന്ന മറുപടി, അതിനെ ഞാൻ അവനെപ്പോലെ അവൾ അഴിഞ്ഞാടാൻ വിടുന്നവനല്ല, അല്ലാതെ ഞാൻ പ്രേമല്ല എന്ന് പറയും. നിങ്ങൾ അഴിഞ്ഞാടാൻ പോകുന്നു എന്ന രീതിയിലുള്ള വർത്തമാനമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള ആർഗ്യുമെന്റ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ മറുപടി എന്തിനു പറഞ്ഞത്, ചിലപ്പോൾ ഇതിനപ്പുറത്തേക്ക് പറയുന്നതായിരിക്കും. പ്രേമിനെ പോലെ അല്ല ഞാനാണെന്ന് ഭർത്താവ് പറയും. അത് എനിക്ക് ആ വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാത്തത്. ഇവിടെ പ്രേമിനെ പോലെ ആകാതിരിക്കാൻ ഭർത്താവ് ശ്രമിക്കുകയും എന്നാൽ ഭാര്യ സ്വാസികയെ പോലെ ഭർത്താവിന് കീഴടങ്ങി ജീവിക്കുകയും ചെയ്യണമെന്ന് ഒരു കൂട്ടര് പറയുന്നിടത്താണ് നിങ്ങൾ പറയുന്ന ഈ സംഭവത്തിന് ഡാമേജ് സംഭവിക്കുന്നത്. അത് സ്വാസികയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്വാസിക 24 ന്യൂസിൽ ഇത് വന്ന് പറഞ്ഞു. ഒരു 2 വർഷം മുമ്പ് നടന്ന ഇന്റർവ്യൂ ആണ്. അതിൽ നിങ്ങൾ വന്ന് പറഞ്ഞു. അന്നും നിങ്ങൾ പറഞ്ഞതിനെ ന്യായീകരിക്കുകയും മറ്റുള്ളവരിത് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, ഞാനത് ചെയ്യുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് നിങ്ങളത് ന്യായീകരിച്ചു. ആ ന്യായീകരണത്തിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അതുതന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ഇന്റർവ്യൂവിലും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും ഈ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. ഞാൻ ഡോമിനൻ്റായ ഭർത്താവിൻ്റെ ഭാര്യയെ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. നിങ്ങളൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, പ്രേം ഇത്തരം വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടലൊന്നും നടത്താറില്ല. ഏത് സിനിമയിലാണ് അഭിനയിക്കാൻ പോകുന്നത്, ഏതാണ് ക്യാരക്ടർ, എന്താണ് എന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും നടത്താറില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ തീരുമാനത്തിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് പറയാം. എന്റെ പീസ് ഓഫ് മൈൻഡ് ഞാൻ കാണുന്നത് ഇതിലാണ്. എനിക്കിപ്പോ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇപ്പോ ഹസ്ബൻഡ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാനും, അവർ നോ പറയുമ്പോൾ അത് ഓക്കെ വേണ്ടാന്ന് തീരുമാനിക്കാനും, അല്ലെങ്കിൽ ഒരു കാര്യം അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതാണോ അതൊരു പ്രശ്നമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല? അതുകൊണ്ടാണ് നിങ്ങളിത് വീണ്ടും പറയുന്നതും അതിലൊരു വിഷയവുമില്ല, ഇതെന്റെ തീരുമാനമല്ലേ, എൻ്റെ ജീവിതമല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു അവസരം ഇതുപോലെ ഡോമിനൻ്റായ ഭർത്താക്കന്മാരെന്ന് അല്ലെങ്കിൽ ഡോമിനൻ്റായ ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവർ നോ എന്നേ പറയുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു വേദിയിൽ കയറി പാട്ട് പാടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, താൻ കുറെ കാലം കൊണ്ട് നടന്ന സ്വപ്നം ഒരു ഡാൻസർ ആകാനോ അഭിനേതാവാനോ ഡിബേറ്റർ ആവാനോ TV ആങ്കർ ആവാനോ പൊതുപ്രവർത്തകയാകാനോ ഒക്കെയുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന മറുപടി നോയാണ്. പക്ഷേ സ്വാസികയ്ക്ക് ആ നോ ലഭിച്ചിട്ടില്ല. അത് സ്വാസിക തന്നെ പറഞ്ഞാണ് ഇന്റർവ്യൂവിൽ, ഭർത്താവ് അങ്ങനെ ഇടപെടലൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത്. അതില്ലാത്തടത്തോളം കാലം സ്വാസികയ്ക്ക് ഇതൊരു വിഷയമല്ല. പക്ഷെ വിഷയമായ പെൺകുട്ടികളുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ ഇതുപോലുള്ള ഡോമിനന്റ് ഭർത്താക്കന്മാരുടെ മുന്നിൽ, ഈ കാന്താരിയുടെ കലിപ്പന്മാരുടെ മുൻപിൽ ഇല്ലാതാക്കേണ്ടി വന്ന സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾക്ക് നേരെ കണ്ണടച്ചിരുന്നുകൊണ്ട് ഇനിയും നിങ്ങളിതിനെ ന്യായീകരിക്കരുത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതമാണ്, നിങ്ങളുടെ ഇഷ്ടം, അതിലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇനിയെങ്കിലും ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകുമ്പോൾ അതിനെ സൗകര്യപൂർവ്വം അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങളിത് എടുത്തെടുത്ത് പറയുന്നതിലൂടെ മറ്റൊരു വശത്തിരിക്കുന്ന പെൺകുട്ടിയാണ് അനുഭവിക്കുന്നത്. അവിടെ നിങ്ങൾ പറയുന്ന രണ്ടാമത്തെ ഭാഗം ഈ ഭർത്താക്കന്മാരോ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഭർത്താവിന് കീഴടങ്ങി ജീവിക്കണമെന്ന് പറയുന്നവരോ കോട്ട് ചെയ്യില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഇന്റർവ്യൂ എടുത്ത ആമിന എന്ന പെൺകുട്ടിയോട് പറയുന്നു, പെൺകുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഞാൻ പറയുന്നത് ശരിയല്ല, നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്ന് പറയുന്ന ഭാഗം ഈ പറയുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റുകളും കോട്ട് ചെയ്യില്ല. കാരണം അവർക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഭാഗമാണ്, ഭർത്താവിൻ്റെ അടിമയായിരിക്കും എന്നുള്ള ഭാഗം. അതുകൊണ്ട് ദയവേത് ഈ അലിവയുമായിട്ട് ഇനിയൊരു ഇന്റർവ്യൂവിൽ സ്വാസിക വരരുത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.